കേരളത്തിൽ കഴിഞ്ഞ 2 തവണയും എംഎൽഎ ആയവരുടെ സ്വത്ത് 5 വർഷം കൊണ്ട് 3 ഇരട്ടിയായതായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷാധിപതികൾ കോടിപതികളായി. 1ഉം 2ഉം ലക്ഷം രൂപയുടെ സ്വത്തുണ്ടായിരുന്നവർ വരെ അത് 50ഉം 60ഉം ലക്ഷമാക്കി ഉയർത്തി. കൂപ്പിയ കൈ, വിടർന്ന ചിരി, ജനങ്ങൾക്ക് വേണ്ടി സദാ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം രാഷ്ട്രീയ നേതാക്കൾ. എന്നാൽ ഈ ജനസേവനം കൊണ്ട് ഇവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല, വൻ ലാഭം ഉണ്ടുതാനും. കഴിഞ്ഞ 2 തവണ എംഎൽഎ ആയവരുടെ സ്വത്ത് വിവരങ്ങളാണ് ഈ വാദത്തിന് അടിസ്ഥാനം. 89 പേരുടെ കണക്കുകളാണ് ഞങ്ങൾ ഇങ്ങനെ പരിശോധിച്ചത്. 2006 മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് ഇവരുടെ ആകെ സ്വത്ത് 40 കോടി രൂപ. 2011 വീണ്ടും മത്സരിക്കുമ്പോൾ ഇത് 123 കോടിയായി. 3 മടങ്ങിന്റെ വർധനവ്. ജനസേവനത്തിനിടെ ഏറ്റവും വേഗത്തിൽ സ്വത്ത് വളർന്നത് PC ജോർജിനാണ്. 2006 39 ലക്ഷം രൂപയിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ 3 കോടിയോളം, 635% വർധനവ്. സ്പീക്കർ G കാർത്തികേയൻ വെറും 17 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 1 കോടി 44 ലക്ഷം. മുൻ മന്ത്രി സുരേന്ദ്രൻപിള്ള 27 ലക്ഷത്തിൽ നിന്ന് 1 കോടി 11 ലക്ഷം. മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സ്വത്ത് 73 ലക്ഷം രൂപയിൽ നിന്ന് ഇപ്പോൾ 3 കോടിക്ക് മേലെയായി. തുക കുറവാണെങ്കിലും വിസ്മയിപ്പിക്കുന്ന വർധനവുണ്ടാക്കിയവർ വേറെയുമുണ്ട്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സ്വത്ത് ഈ 5 വർഷത്തിനിടെ വെറും 2.5 ലക്ഷത്തിൽ നിന്ന് 68 ലക്ഷമായി. 1 ലക്ഷം മാത്രം സ്വത്തായി ഉണ്ടായിരുന്ന MLA R സെൽവരാജിന്റേത് 42 ലക്ഷമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വത്ത് 3 മടങ്ങ് കൂടി. VS അച്യുതാനന്ദന്റേത് ഇരട്ടി. കോടിയേരി ബാലകൃഷ്ണന്റെയും ഇരട്ടിയായി. MLA മാർക്കിടയിലെ കുബേരൻ കുട്ടനാട് MLA തോമസ് ചാണ്ടിയാണ്. ഇപ്പോഴത്തെ സ്വത്ത് 45 കോടി. 5 വർഷം മുമ്പ് 16 കോടി. ഇവിടെ പേര് പറഞ്ഞവർ മാത്രമല്ല, 2ാം തവണ MLA ആകാൻ മത്സരിച്ച മൊത്തം 84 പേർക്ക് വെച്ചടി കയറ്റമാണെന്നാണ് കണക്കുകൾ. ഇതെല്ലാം അഴിമതിപ്പണമാണെന്നല്ല, പക്ഷേ പലരും ഭാവിക്കുന്നത് പോലെ ജനസേവനത്തിനിറങ്ങിയതുകൊണ്ട് ഒരു പൈസയുടെ പോലും നഷ്ടം ഇവർക്കാർക്കും സംഭവിച്ചിട്ടില്ല. അത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.